വിൻ്റർ ടൈമിൽ സൂര്യൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഉള്ളിൽ തണുപ്പാണെങ്കിൽ കൂടി ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഇത് കണ്ടോ, ഒരു പെങ്കിൻ കുട്ടി നടന്നു പോണു. പെങ്കിൻ കുട്ടി ഒന്നും തിരിയോ? പെങ്കിൻ 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 ആദി 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 കുട്ടോ നോക്കിയേ. ഇത് വേണ്ടല്ല, ഉറപ്പല്ലേ? ഇത് നോക്ക്, നോക്കൂലല്ല. കെട്ടിപ്പിടിച്ച് ചുമ്മാ എന്നാ തരാം. ഐ ലവ് യു. ഞാനോട് വഴക്കൂടോ? അത് ഞാൻ തരാം. പിന്നെ ആദ്യക്കുട്ടനെ നേരത്തെ വിളിച്ചേ, ഒരു 1:30 ആയപ്പോഴേക്കും 1:05 ആയപ്പോഴേക്കും ഞാൻ സ്കൂളിലെത്തിയിട്ടോ. 1:15 അവരെ ക്ലാസ് കഴിയാം. ഇന്ന് നേരത്തെ വിളിക്കാൻ പോലും ഒരു കാരണമുണ്ട്. അമ്മക്ക് കാർ ഓടിക്കാറുണ്ടോടാ? ആ, പ്രശ്നം എന്താണെന്ന് വെച്ചാല് അച്ചുവിൻ്റെയും ആദ്യക്കുട്ടൻ്റെയും ടിഫിൻ ബോക്സ് സെയിം ആണ്. അപ്പോൾ ആദ്യക്കുട്ടൻ ഞാൻ ബ്രെഡും ജാമും ആക്കി ഇതേപോലത്തെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നട്ട്സും ഓട്സൊക്കെ ഇട്ടിട്ട് യോഗത്തിൽ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആപ്പിളൊക്കെ ഇട്ടിട്ട്. അസ്ഥാനത്തിൽ ഞാനത് രണ്ടുപേരുടെ ബാഗിൽ എടുത്ത് വെച്ചപ്പോൾ ഗോകുലിൻ്റെ അച്ചുവിൻ്റെ ടിഫിൻ ആദിയുടെ ബാഗിലും ആദിയുടെ ടിഫിൻ ഗോകുലിൻ്റെ ബാഗിലും വെച്ച് ഞാൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്കൂളിൽ നട്ട്സ് കൊണ്ടുപോകാൻ പാടില്ല. കുറച്ച് കുട്ടികൾക്കൊക്കെ, ചില കുട്ടികൾക്കൊക്കെ ഈ നട്ട്സ് അലർജി ഉണ്ടാവും. പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് അലർജി ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എനിക്കതായിരുന്നു ടെൻഷൻ. ഇവനെ ഞാനത് എടുത്ത ഒന്നാമത് അവനത് സ്പൂൺ വേണം കഴിക്കണമെങ്കിൽ, കഴിക്കാൻ പറ്റില്ല, വിശന്ന് പോവോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കാകെ ടെൻഷനായി. ടീച്ചർ കണ്ടാൽ ചിലപ്പോൾ ചീത്ത പറയും. നട്ട്സ് കൊടുക്കാൻ പാടില്ല എന്നവർക്ക് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയതാണ്. കണ്ടോ വെയിലിൻ്റെ ഒരു പ്രഹസനം നോക്കിയേ. വീഡിയോയിൽ ഇത് പോണത് കിട്ടുന്നില്ല കേട്ടോ. പുക -13 ആണ് കേട്ടോ. പക്ഷെ നല്ല വെളിച്ചം, നല്ല രസമുണ്ട് ഇത് തന്നെ കാണാൻ. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടനെ ടിഫിൻ മാറി വെച്ചതിൻ്റെ ഒരു സോറി പ്രതീകമായിട്ട് ഞാൻ ആദ്യക്കുട്ടനൊരു കിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ചെറിയ ഞങ്ങളുടെ ഫ്രൈഡേ ഈവനിങ് വീഡിയോ എടുത്താലോ എന്ന്. അതാണ് ഇന്ന് എല്ലാ വീക്കെൻഡിലും ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ മൂവി നൈറ്റാണ്. അവിടെ ഉണ്ടാവും ട്രാഷ്. ആ നോക്കേ. അപ്പോൾ എന്തെങ്കിലും ഈവനിങ്ങിൽ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ ഗ്രില്ലിയേ അല്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞി ഈവനിങ് റൊട്ടീൻ, ഫ്രൈഡേ വീക്കെൻഡ് റൊട്ടീനാണ് ഞങ്ങളുടെ. അത് കാണാം. ആദ്യക്കുട്ടനെ ഭയങ്കര പരിഭവത്തിലായിരുന്നേ. അവന് ഭയങ്കര മടിയാണ് നടക്കാൻ. സൈക്കിളിൽ ചവിട്ടാൻ പറ്റില്ല, തണുപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സൈക്കിളിന് പോകാൻ ഒരാൾക്ക് ഭയങ്കര മടിയാണ്. അതിലും ഭേദം നടക്കണതാന്ന് പറയും. അപ്പോൾ സാധാരണ രാവിലെ ഞാൻ നടന്ന് കൊണ്ടാക്കും, വൈകുന്നേരം ഗോകുലാണ് വിളിക്കാറ്. ഞാൻ ഈ ഗോകുൽ അച്ചുന്ന് മാറി മാറി പറയുന്നതല്ലേ. ശരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അച്ചു എന്നാണ് വിളിക്കാറ്. ഇവിടെ വന്നിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഇനി അച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും ഗോകുൽ ഗോകുൽ എന്ന് പറയാം. അതിപ്പോൾ എനിക്കിപ്പോൾ മിക്സായി വരുന്നു വീഡിയോ എടുക്കുമ്പോൾ. ഓക്കെ, അച്ചു ആണ് വൈകുന്നേരം വിളിക്കാറ്. അപ്പം ഇന്ന് ഞാൻ വിളിക്കാൻ ചെന്നതിൻ്റെ പ്രതിഷേധമായിരുന്നു. കാരണം അവന് നടക്കാൻ വയ്യ. അതാണ് നേരത്തെ ചോദിച്ചത്, അമ്മ കിയ നീറോ
ഓടിച്ചതെല്ലാം അമ്മയ്ക്ക് അത് ഓടിച്ച് തന്നെ വിളിക്കാൻ വന്നൂടെയാണ്. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണം. ആക്ച്വലി നാട്ടിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓടിച്ച് പ്രാക്ടീസ് ഇല്ല. ഇവിടെ ലൈസൻസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കടമ്പയാണ്. വരട്ടെ, അതൊക്കെ എടുക്കാം. ഈ സ്നോ ഉണ്ടല്ലോ, ജനുവരി 1, 2, 3 തീയതികളിൽ പെയ്ത സ്നോ ആണ് ഈ കാണുന്നത്. ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ആദ്യക്കുട്ടനെ വിളിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങളിവിടെ ഫ്രോസൺ ചിക്കനാണ് കേട്ടോ വാങ്ങിക്കുക. ഒന്നാമത് ഫ്രഷ് ചിക്കൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല, പിന്നെ കമ്പാരിറ്റീവ്ലി ഫ്രോസൺ ചിക്കനേക്കാളും എക്സ്പെൻസീവാണ് ഫ്രഷ് ചിക്കൻ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഫ്രോസൺ ചിക്കനാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ എപ്പോഴും ഈ ചിക്കനും ഒക്കെ എപ്പോഴും കൈകാര്യം ചെയ്യാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസത്തിന് കണക്കാക്കിയിട്ട് ചെയ്യും, ക്ലീനൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള കുറച്ച് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് 3 പീസ് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രസ്റ്റ് പീസ് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കിട്ടുന്നൊരു വെജിറ്റബിളാണ്, ബ്രൂസേഴ്സ് സ്പ്രോട്ട്സ് എന്നാണ് എൻ്റെ പേര്. ശരിക്ക് നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടാവും. ഗ്രില്ല് ചെയ്യണവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. എന്താണ് നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും അതേപോലെ, ഒരു മിനി ക്യാബേജ് കട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ ഈ സ്മോറും റാപ്സോയിലയും കൂടിയിട്ടുള്ള ഒരു മിക്സ് കിട്ടും. അർലയുടെ പ്രൊഡക്റ്റാണ് അത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഗ്രില്ല് ചെയ്യണ സമയത്ത് ഒരു ബട്ടറി ഫ്ലേവറും കിട്ടും. ഓയിൽ ചെയ്യുന്നതുകൊണ്ട്, അതിൽ ഓയിൽ മിക്സ് ആയതുകൊണ്ട് നല്ല ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ മിക്സും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ബട്ടർ നമ്മളല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുകയൊക്കെ വേണ്ടേ, ഇതാകുമ്പോൾ നമുക്ക് രണ്ടുണ്ട് ഗുണം. നല്ല അടിപൊളി സാധനം. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഞാൻ സാധാരണ പൗഡേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക്, നമ്മുടെ ഫ്രഷ് പേസ്റ്റിന് പകരം നമ്മുടെ വെളുത്തുള്ളിയുടെയും സവോളയുടെയും ഇഞ്ചിയുടെയും പൗഡേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു വെളുത്തുള്ളി ഇഞ്ചി ഫ്രഷ് ചേർക്കണേക്കാളും ഗ്രില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ പൗഡർ ഫോമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ആദ്യം ഒരു തവണ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചിക്കനിലെടുത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒക്കെ ആ പൗഡേഴ്സാണ് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പൗഡേഴ്സ് യൂസ് ചെയ്യും. അത് ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഇതിൽ ഇതേപോലത്തെ കുറച്ചധികം ഹെർബ്സിൻ്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ. ഇത് ഒരുമിച്ച് വാങ്ങിക്കണമല്ല, ഓരോ തവണ ചെല്ലുമ്പോഴും കാണുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഓരോരോ ഇതായിട്ട് എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കാം. അതാകുമ്പോൾ ശനിയാഴ്ച കുറച്ച് അധികം പണിയുള്ള ദിവസമാണ്. ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യലും, വീട് ക്ലീൻ ചെയ്യലും, ബാത്റൂം ക്ലീൻ ചെയ്യലും, ലോണ്ട്രി ഉണ്ട്. അപ്പോൾ ലോണ്ട്രിയുടെ ഡ്രസ്സ് മടക്കി വയ്ക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ കുക്കിങ്ങിന് അധികം സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം അങ്ങനെ പോകുമല്ലോ. ആദ്യക്കുട്ടന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ശാലോ ഫ്രൈ ചെയ്ത് വെച്ചാൽ അവന് അങ്ങനെ കറികളൊന്നും വേണ്ട, എന്തെങ്കിലും ഒരൈറ്റം മതി. എരിവുള്ള ഐറ്റംസ് ഒന്നും മൂപ്പരാൾക്ക് അധികം ഇഷ്ടമല്ല. ചിക്കൻ കറി ഒന്നും റെഡ് കളർ വയ്ക്കുന്നൊന്നും കഴിക്കുകയില്ല. അവന് ചിക്കൻ സ്റ്റൂ, കുറുമക്കറി, അങ്ങനത്തെ കറികളൊക്കെയാണ് കൂടുതലും ഇഷ്ടം. മുളക് പൊടി ഇടുന്ന കറികളൊന്നും ആദ്യം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അവന് വേണ്ടി സെപ്പറേറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്യും. ചിക്കൻ ഫ്രൈ ഉണ്ടായാൽ പിന്നെ വേറൊരു കറിയും വേണ്ട, ചിക്കൻ ഫ്രൈയും ചിക്കൻ മാത്രം കൂട്ടി കഴിച്ചോളും. അപ്പം ഞാൻ ഈസി PC കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാണ് കേട്ടോ. സവോളൊക്കെ നന്നായി വഴറ്റിയിട്ട്
ചിക്കനൊക്കെ അതിലിട്ട് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചിക്കൻ കറി ഇട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനങ്ങനെ എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കണേന്ന് നമുക്ക് തോന്നും, പക്ഷേ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല സെറ്റാവും കേട്ടോ. ഞാൻ കുറച്ച് ഗീയും കൂടി ഇട്ടിട്ടാണ് ചിക്കൻ കറി വയ്ക്കാറ്. ആദ്യക്കൂട്ടാനുള്ള ചിക്കനും 2 ദിവസമുള്ള ചിക്കനും ഞാൻ മാരിനേറ്റ് ചെയ്ത് 2 കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ സിങ്കിലുണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് കഴുകി വെച്ചു. സംഭവം ഈ ഡിഷ് വാഷർ ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഡിഷ് വാഷർ കിട്ടിയിട്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പാർട്ട് ടൈമൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. പിന്നെ എന്നാൽ നമ്മൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളത്തിലായിരിക്കും പാത്രം കഴുകുക. പാത്രം കഴുകി കഴിയുമ്പോഴേക്കും കൈയൊക്കെ ഡ്രൈ ആയി നമുക്ക് വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഡിഷ് വാഷർ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വലിയ പാത്രങ്ങൾ മാത്രമേ ഞാൻ കൈ കൊണ്ട് കഴുകി വയ്ക്കുള്ളൂ. ബാക്കി കുഞ്ഞു കുഞ്ഞ് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഡിഷ് വാഷറിലാണ് കേട്ടോ കഴുകാറ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. ഞങ്ങൾ സ്ലോ ആയിട്ടാണ് ഗ്രില്ല് ചെയ്യാറ്, അതുകൊണ്ട് ഒരു 2 മണിക്കൂർ 1.5-2 മണിക്കൂറൊക്കെ ഞാൻ വയ്ക്കാറുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ കുറച്ചിട്ടിട്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുറമേ നല്ല മുരിഞ്ഞ് നല്ല ചിക്കൻ കിട്ടുമേ. അപ്പോൾ വെജിറ്റബിൾസ് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ടല്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആ ബട്ടറിൻ്റെ ഓയിലിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസാണ്. അതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുക. ഉപ്പ് കുറച്ച് പറ്റിയതിൽ കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തേ. ഞാനേ ക്യാമറ അതായത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് എങ്ങനെ വെച്ചാൽ നന്നായി കിട്ടും എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറിയ ചെറിയ ഈ അപാകതകളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ചിക്കൻ കണ്ടില്ല നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത്, കണ്ടാൽ ഭയങ്കര എരിവായിട്ട് തോന്നും, പക്ഷേ എരിവില്ല. ഞാൻ എന്താണ് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യക്കൂട്ടനും കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ എരിവ് അധികം ഇടാറില്ല കേട്ടോ. ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെച്ച് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങൾ സ്ലോ കുക്കാണ് കേട്ടോ ചെയ്യാറ്. ഒരു 1.5 hours 2 hours ഒക്കെ എടുത്ത് പതുക്കെയാണ് ചെയ്യാറ്. ഒരു 150 ടെമ്പറേച്ചർ ഞാൻ 150-ലൊക്കെയാണ് വെക്കാറ്. അത് കഴിഞ്ഞിട്ട് അവസാനം എടുക്കാൻ നേരത്ത് മാത്രം ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി മേൽഭാഗം മാത്രം ഒന്ന് മൊരിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് സോഡ സ്ട്രീമറിൽ. ഇവിടെ ഇങ്ങനെ മിറാൻഡയുടെയും 7-Upൻ്റെയും അങ്ങനെ പല ഇതിൻ്റെയും ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്നുമില്ല, സോഡ ഉണ്ടാക്കുക, ജസ്റ്റ് അതിൽ മിക്സ് ചെയ്യുക. വീക്കെൻഡ്സിലൊക്കെ ഒരു വൈബിന് അടിപൊളിയാണ് കേട്ടോ അത്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചെയ്താൽ മതി. നമ്മൾ മറ്റു വലിയ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ അത് പിന്നെ ഗ്യാസ് പോണ പ്രശ്നം, നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇത് അടിപൊളി സെറ്റപ്പാണ്. ഗൂഗിൾ പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് 2 പിസ്സയും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഹുഷാലായി. നല്ല രസമല്ലേ ടേബിൾ കാണാൻ. ഗൂഗിളിരുന്ന് ഏത് സിനിമ വയ്ക്കേണ്ടതെന്ന് അച്ഛനും മോനും കൂടിയുള്ള ഡിസ്കഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗോസ്റ്റിനെ സിനിമ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ആദ്യക്കൂട്ട സമ്മതിച്ചില്ല, അവന് പേടിയാവും എന്ന് പറഞ്ഞിട്ട്. അവസാനം പിന്നെ ഞങ്ങൾ മൗഗ്ലിയുടെ സിനിമയാണ് വെച്ചത് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. ഒന്നില്ലെങ്കിൽ ഈ ഡൈനോസറിൻ്റെയോ അല്ലെങ്കിൽ ഷാർക്ക് അല്ലെങ്കിൽ അനാക്കൊണ്ട, മൗഗ്ലി അങ്ങനത്തെ സിനിമകളൊക്കെ ആകുമ്പോഴാണ് അവൻ ഞങ്ങൾ കൂടിയിരുന്ന് കാണുക. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൾ എണീറ്റ് പോവും. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫുഡൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ച് സിനിമ ഒക്കെ കണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുക കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.